ശാരദയോ കയറി ചേച്ചി. എന്തുണ്ടടി? ഓ ഞാൻ കണ്ടി സീരിയലൊന്നും കാണുമായിരുന്നു. എന്തുണ്ട് ചേച്ചി വിശേഷമൊക്കെ? അങ്ങനെ ഇരിക്കേ. മോനും മരുമോളും എന്ത് ചെയ്യടി? അവര് ചേച്ചി ഒരു സിനിമ കാണാൻ വേണ്ടി രണ്ടുപേരും കൂടെ പോയി. കൊച്ചിൽ നിന്ന് അവധിയല്ലായിരുന്നു, അവർ രണ്ടുപേരും കൂടെ സിനിമ കാണാൻ. മരുമോൾ എങ്ങനെ ഉണ്ടടി? അയ്യോ മരുമോളെ ഒന്നും പറയണ്ട, എൻ്റെ മോന് വന്ന മാറ്റം ചേച്ചി പറയേണ്ടത്. ചേച്ചിക്ക് അറിയാമല്ലോ എന്നെ അവൻ എങ്ങനെ കൊണ്ട് നടന്നുകൊണ്ടിരുന്നതെന്ന്. ഇപ്പോൾ അവന് എൻ്റെ കാര്യം നോക്കാനോ പിടിക്കാനോ ഒന്നും സമയമില്ല. മറ്റേത് അമ്മയെന്ന് പറഞ്ഞിങ്ങനെ പുറകിലങ്ങ് നടക്കുമായിരുന്നു. ഇപ്പോൾ അവൻ അമ്മയെ നോക്കാൻ അമ്മയുടെ കാര്യം തിരക്കാൻ പോലും അവന് സമയമില്ല. എന്തോ പറയുന്നു. മറ്റേ ചേച്ചിക്ക് അറിയാമല്ലോ മരുന്നൊക്കെ തീരുന്നതിന് മുമ്പ് തന്നെ എല്ലാം സ്റ്റോക്ക് ചെയ്ത് വെക്കുമായിരുന്നു. ഇപ്പോൾ മരുന്നൊക്കെ തീർന്നതിന് ഒരു 10 ചേച്ചി മേടിച്ചുകൊണ്ട് തരാറുണ്ട്. അതോ മേടിച്ചുകൊണ്ട് വന്നാലും മറ്റേതറിയാം ചേച്ചി അവൻ തന്നെ എൻ്റെ പുറകിന് മരുന്ന് കൊണ്ട് നടക്കുന്ന ചേച്ചി തന്നെ കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അവനത് മേശപ്പുറത്തോട്ട് കൊണ്ട് വെക്കത്തി കൊണ്ട് പറയത്തു പോലും ഇല്ല മരുന്ന് കൊണ്ടൊന്ന് വെച്ചിട്ടുണ്ട്. എനിക്കറിയത്തില്ല എൻ്റെ ഞാനിനി എന്തോ ചെയ്യും. എൻ്റെ എനിക്കൊരു വയ്യാഴിക വന്നാൽ എനിക്ക് വേറെ പറയാൻ പോലും ആരുമില്ല. എനിക്കറിയത്തില്ല, എനിക്കങ്ങ് ജീവിതമേ ഇപ്പം അടുത്ത കൂട്ട. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടെങ്ങും വെളിയിലോട്ടെങ്ങും വരാത്തത്. എന്തോ ചെയ്യാന്. അവൾക്ക് അവൻ നേരത്തെ അമ്മയെന്ന് പറഞ്ഞ് നടന്നവനിപ്പോൾ അമ്മ വേണ്ട, അവളെ മാത്രം മതി. എന്തോ ചെയ്യാൻ എൻ്റെ ശാന്ത. കരയാതെ ചേച്ചി, കരയാതെ. കുഴപ്പമൊന്നുമില്ലടി. കൊച്ചു വിളിക്കുന്നുണ്ടോ? വിളിക്കുന്നുണ്ടടി. നിനക്ക് എന്തുണ്ട് വിശേഷം? എനിക്ക് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ശാന്തേ. ഇതൊക്കെ തന്നെയാണ് എനിക്ക്. പിന്നെ ടി വി കണ്ടി സീരിയലൊക്കെ കണ്ടിങ്ങനെ ദിവസമൊക്കെ തള്ളി നീക്കും. വർത്താനം പറയാൻ പോലും ആരുമില്ല ശാന്തേ. എന്തോ ചെയ്യാനെന്ന് പറ. എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞ് നിനക്ക് അറിയാവില്ല. ഞാൻ പറയണ്ടായല്ലോ നിന്നോടൊരു കാര്യം. എൻ്റെ കുഞ്ഞെന്നോട് എങ്ങനായിരുന്നെന്ന് എന്തോ മന്ത്രം അവിടെ ഓടിക്കൊടുത്തെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ കുഞ്ഞെന്തോ പാവമായിരുന്നു. ഇപ്പോൾ അവനൊരു കാര്യം എൻ്റെ തിരക്കത്തുമില്ല. ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 10 വട്ടം പറയണം. മറ്റേ പൈസയൊക്കെ കിട്ടിയാൽ ശമ്പളം കിട്ടിയാൽ അമ്മയ്ക്കുന്ന ചിലവിനൊന്നും അത് വന്നുകൊണ്ടിരുന്ന. ഇപ്പം അതൊന്നുമില്ല ശാന്തയെ. എനിക്കിപ്പം ജീവിക്കണമെന്ന് പോലുമില്ല ശാന്തയെ. ഇടയ്ക്കിടയ്ക്ക് ശാന്തയെ ഇതുപോലെ തന്നെ ഒന്ന് കാണാൻ വേണ്ടേ. നിങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലൊരു സമാധാനവും സ്വസ്ഥതയും കിട്ടും. വേദനയൊക്കെ എങ്ങനെ ഉണ്ടടി? വേദനയൊക്കെ അതുപോലൊക്കെ തന്നെ ഇരിക്കും. ഒരു കുറവില്ല. ഇപ്പം എത്ര നാളായെന്നറിയാം ആശുപത്രി പോലും പോയത്. മറ്റേത് മുടങ്ങാതെ തന്നെ ചെക്കപ്പിന് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഷുഗർ ഒന്നും നോക്കിയിട്ടില്ലല്ലോ ശാന്തേ. പോവാടി. ശരി, അന്ന് ശരി ശാന്ത. വല്ലപ്പോഴും ഒക്കെ വരണേ ശാന്തേ.